സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടത്. ആ ധന്യോന്യസ്തുല്യമായ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ഈ രാത്രികൾ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ചിലരൊക്കെ ഈ ക്ലാസ്സിനെ കുറിച്ച് വിവിധ നിലയിലുള്ള അഭിപ്രായങ്ങൾ എന്നെ വോയിസ് ഇട്ട് അറിയിച്ചിട്ടുണ്ട്. അതിൽ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് വിമർശനത്തോടെയുള്ള അഭിപ്രായങ്ങളുമുണ്ട്. രണ്ടും ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചിലർ പറയുന്ന ഇടയ്ക്ക് ക്ലാസ് നല്ല ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നു, ഇടയ്ക്ക് അല്പം സ്ലോ ആകുന്നു, വലിഞ്ഞു പോകുന്നു എന്നൊക്കെ ഒരു തോന്നൽ. അത് ഞാൻ എഗ്രി ചെയ്യുന്നു, എനിക്കും അതറിയാം. അപ്പോൾ തന്നെ ഉപകരിക്കാൻ നോക്കുകയല്ലോ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഏറെക്കുറെ ഒരു ധാരണ എനിക്കുള്ളതിനാൽ വെറും 3ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളയാളും ഡോക്ടറേറ്റ് ഉള്ളയാളും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. 3ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ആളെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളാണ്. മനസ്സിലായാലും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒന്ന് സ്പീഡ് കൂട്ടുകയോ കട്ട് കൂട്ടുകയോ ഒക്കെ ചെയ്യുമ്പം അടുത്ത ഞാൻ നിർബന്ധമായും ഡയലൂട്ട് ചെയ്തിരിക്കും. കാരണം എല്ലാവരും ഇത് ഗ്രഹിക്കണം എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ്. ചിലർക്ക് ഇത് ഞാൻ അല്പം ടക്കടക്കെന്നങ്ങ് പറഞ്ഞു പോയാൽ ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന നിരവധി ആളുകൾ ഈ ക്ലാസ്സിനകത്തുണ്ട്. അപ്പോൾ തന്നെ ഒരു കാര്യം പലതവണ പറഞ്ഞാൽ മാത്രം മനസ്സിലാകുന്നവർ ഉള്ളത് കൊണ്ട് ഞാൻ ഈ 2 കൂട്ടരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് ഇഴഞ്ഞു പോകുന്നത് പോലെ കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇടയ്ക്ക് നല്ല പോയിന്റ് ഒക്കെ പറഞ്ഞിട്ട് ഇന്നെന്ത് പറ്റി പാസ്റ്റർ അങ്ങ് തീരെ അങ്ങ് ഒന്നും അറിയാൻ വയ്യാത്തവരോട് പറയുന്ന പോലെ എന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടാകാം. ഒരു തെറ്റുമില്ല അങ്ങനെ ചിന്താഗതി ഉണ്ടാകുന്നെങ്കിൽ 100% കറക്റ്റാണ്. ഞാൻ അങ്ങനെ തോന്നിയവരോടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞവരോട് എനിക്ക് ഒന്നുകൂടെ സ്നേഹവും സന്തോഷവും കൂടുന്നതേ ഉള്ളൂ. ഒരിക്കലും എനിക്കൊരു പരിഭവം ഉണ്ടാവുകയില്ല, സന്തോഷം മാത്രമേ ഉണ്ടാകുള്ളൂ. കാരണം നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എനിക്ക് ക്ലാസ് ഒന്നുകൂടെ നന്നാക്കാനായിട്ട് പറ്റുക. അതുകൊണ്ട് ക്ലാസ് ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു. ടൈം ഒന്നും അത്ര കൃത്യമായിട്ട് നോക്കണ്ട, അല്പോടെ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഇരിക്കാം എന്ന് സന്തോഷത്തോടെ പറഞ്ഞവർ ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ദൈവവചനമാണല്ലോ ഈ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ ഒറിജിനൽ കസ്റ്റോഡിയൻസ് അല്ല. നമ്മൾ ആരും ഇതിൽ പൂർണ്ണമായ അറിവുള്ളവരുമല്ല. നമ്മൾ ഈ വചനത്തിൽ ഓരോ ദിവസവും ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചും ആലോചന ചോദിച്ചുമൊക്കെ ഈ വചനത്തിന്റെ ആഴങ്ങൾ അറിയാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായവും വളരെ അത്യന്താപേക്ഷിതമാണ്. ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും നമ്മള് എന്താ പറയാ ഇന്റലക്ച്വൽ രീതി കൊണ്ടൊന്നും ദൈവവചനം ഒരു പരിധിക്കപ്പുറത്ത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അപ്പോൾ അതിന് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടെയാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഞാൻ ഇത് പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇടയ്ക്ക് ഞാൻ സ്ലോ ആവാണ്, നിങ്ങൾ എന്നോട് നിർബന്ധമായിട്ടും പറയണം, പാസ് ഇന്ന് അല്പം സ്ലോ ആയിപ്പോയി, അടുത്ത ആഴ്ചയിൽ അങ്ങനെ ആകരുത് പറഞ്ഞ് കേൾക്കുന്നതാണ് എനിക്ക് സന്തോഷം. അല്ല എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്ന ആളല്ല, പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ എപ്പോഴും ഞാൻ നന്നായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വന്ന് ഇന്നും ഇത് പറയാതെ പൂർത്തീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയല്ലേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ നമുക്ക് ഇപ്പോഴും ഗ്രാഹ്യം ഉണ്ടാകണമല്ലോ. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകാം, ഈ ലോകമായിട്ടൊരു ബന്ധമില്ലാതെ നമ്മൾ വേറൊരു ലോകത്ത് ജീവിക്കുന്ന പോലെ പോകുന്ന ഒരു ക്രിസ്തീവിതമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ആത്മമണ്ഡലത്തെക്കുറിച്ച്, ആത്മതലത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. ഈ ദിവസങ്ങളിലേക്ക് എനിക്ക് വലിയ മാനസികമായ പ്രയാസമൊക്കെ തോന്നാറുണ്ട് ഈ കാര്യം ഓർക്കുമ്പോൾ. എന്നെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഈ വചനത്തെ വല്ലാതെ കൊണ്ടുപോകുന്നതും ജനത്തെ വഴിതെറ്റിക്കുന്നതൊക്കെ കാണുമ്പോഴാണ് എൻ്റെ മനസ്സിന് പ്രയാസം.
ക്ഷീണവും പ്രയാസവും ഒക്കെ എനിക്കുണ്ട്. 2 ദിവസമായിട്ട് എനിക്ക് നല്ല ക്ഷീണവും പ്രയാസവും ഉണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ ഷുഗർ ഒന്നും വല്ലാതെ ഡൗൺ ആയി. ഞാൻ അല്പം പ്രയാസം, ഇടയ്ക്കൊക്കെ ഷുഗർ താഴാറുണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ അങ്ങ് വലിയ കുഴപ്പമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഷുഗർ ഡൗൺ ആയത് എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഞാൻ ഒന്ന് ബലം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തിനും ഇടയ്ക്ക് പറഞ്ഞു വെച്ചാൽ വേറൊന്നുമല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും എന്നെ ബോധർ ചെയ്യിക്കുന്നില്ല. പക്ഷേ ഓരോരോ ഈ ഈ ഈ ആപിച്ച് നിൽക്കുന്ന ആളുകൾ വചനത്തെ വല്ലാതെ കൊണ്ടുപോകുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നാറുണ്ട്. ഞാനിത് ഒരാളോട് പറഞ്ഞപ്പോ പുള്ളി എന്നോട് പറയാണ്, അത് പാസ്റ്റർക്ക് വേദി കിട്ടാത്തതിനുള്ള അസൂയ കൊണ്ടാണ്. എന്ത് ചെയ്യുമെന്ന് പറ. ഞാന് പലയിടത്തും വിളിച്ചിട്ടും പോകാതിരിക്കുന്ന ഉപദേശിയാണ് ഞാൻ. അല്ലാതെ വിളി കേട്ട ഉടനെ ചാടി ഇറങ്ങി പോകുന്നൊരു ഉപദേശി അല്ല. പരമാവധി ഞാൻ അതൊക്കെ ഒഴിവായി നിൽക്കുന്ന ആളാണ്. അത് പലരും എന്റെ അടുത്ത സ്നേഹിതരൊക്കെ ആണെങ്കിൽ പരസ്യമായിട്ട് പറയും ചെയ്യും, പുള്ളിയെ വിളിച്ചാൽ വരികയില്ല. അപ്പോ ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. വളരെ ജനപ്രീതി ആർജിച്ച എന്ന് ഞാൻ മനഃപൂർവ്വം പറയുകയാണ്. ജനപ്രീതി ആർജിച്ച അല്ലെങ്കിൽ പ്രസിദ്ധരായ ആളുകളൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അത് ശരിയോ തെറ്റോ എന്നറിയാതെ ഫോളോ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവിടാണ് എന്റെ അപകടം ഇരിക്കുന്നത്. അല്ലാതെ എനിക്ക് വേദി കിട്ടാത്ത എന്റെ അസൂയ കൊണ്ടൊന്നും ഞാൻ പറയുന്നതല്ല. അങ്ങനെയുള്ള ആളുകൾ ഈ വചനത്തെ വല്ലാതെ കൊണ്ടുപോകുമ്പോൾ എന്റെ മനസ്സിന് വല്ലാതെ പ്രയാസം തോന്നാറുണ്ട്. ഞാൻ ഒരു കാര്യം, എവിടെ എന്തും ഏതുമാകട്ടെ, ഞാൻ ആരെ വിമർശിക്കുന്നില്ല. സാധാരണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അല്പം കടുപ്പിച്ചൊക്കെ പറയാറുണ്ട്. ഞാൻ കടുപ്പിച്ചൊന്നും പറയാനായിട്ടല്ല. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം, അത് നിങ്ങൾ മറന്നുപോ. ഞാൻ നമ്മുടെ ക്ലാസ്സിൽ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നാളെയും ഞാൻ പറയും. ഇപ്പോഴേ പ്രതീക്ഷിച്ചോണം, നാളെയും ഞാൻ പറയും. ഒന്ന്, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുള്ളത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ദിനം പ്രതി ശോധന ചെയ്യുന്നവരായിരിക്കണം. വചനത്തോട് കൂട്ടുചേർക്കുന്നതായോ വചനത്തിൽ ഇല്ലാത്തതായോ ഒരു കാര്യം ഏതൊരു വ്യക്തി പറഞ്ഞാലും ദയവായി അതിൻ്റെ പിന്നാലെ പോകാൻ നിങ്ങൾ ഒരു കാരണവശാലും തയ്യാറാകരുത്. ആരുമായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാനൊരു ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ട് നിന്നപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രബലമായ ഒരു വിഷയം തിരുത്തിയപ്പോൾ ആ ക്ലാസ്സിൽ ഇരുന്ന ഒരു കക്ഷി എഴുന്നേറ്റ് ജന നേരെ ചൂടായിട്ട് പറഞ്ഞു, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഇന്ന പാസ്റ്റർ പറഞ്ഞല്ലോ അത് ഇങ്ങനെയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ പാസ്റ്റർ പറഞ്ഞതോ ഈ പാസ്റ്റർ പറഞ്ഞതോ ഞാൻ പറഞ്ഞതോ ശ്രദ്ധിക്കണ്ട. വാട്ട് ദ സ്ക്രിപ്ചർ സേയ്സ്, തിരുവെഴുത്ത് എന്തു പറയുന്നു അതിനല്ലേ നമ്മൾ വില കൊടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും വചനം എന്തു പറയുന്നു എന്നുള്ളതിന് വില കൊടുക്കാതെ ആ ദൈവദാസൻ എന്തു പറഞ്ഞു, നോ, ദയവായി അത് ഫോളോ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. അതുകൊണ്ടാണ് പൗലോസ് കാര്യം പറഞ്ഞത്, ബെരോവിലുള്ളവർ തെസ്സലോനിക്കയുള്ളവരെക്കാൾ ഉത്തമന്മാർ. വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അതങ്ങനെ തന്നെ ഒന്ന് തിരുവെഴുത്തുകളെ ദിനം പ്രതിശോധന ചെയ്തു. ഒരിക്കലും നല്ല, ദിനം പ്രതിശോധന ചെയ്തു. അതുകൊണ്ട് നിങ്ങളും ഏതൊരു ആത്മീക സമ്മേളനത്തിൽ പങ്കെടുത്താലും ദൈവവചനം ഇങ്ങോട്ട് കേട്ടു വരുമ്പോ തന്നെ കൈയടിച്ച് ആവേശത്തിൽ അങ്ങ് പോകാതെ, അതിനർത്ഥം വചനമോ ദൂതോ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. പ്ലീസ്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഇൻസ്റ്റന്റ് ആയിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ നേരെ വിരൽ ചൂണ്ടുകയോ നമ്മുടെ ഉള്ളത്തോട് ഇടപെടുകയോ സംവാദിക്കുകയോ ഒക്കെ ചെയ്യും. അതിനോട് എതിർത്ത് നിൽക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വന്നത്. ഉപദേശ സംബന്ധമായ വിഷയങ്ങളിൽ ജീവിതത്തിന്റെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നാം ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ കേവലം കേട്ട ഉപരിപ്ലവത്തിനകത്ത് പോകാതെ അതിനകത്ത് വചനം എന്താണ് പറയുന്നത് എന്നുള്ള ശോധന ചെയ്യാതെ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാവരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. വന്ന് പൗലോസിനൊപ്പമുള്ള ആളുകൾ ഈ ജനത്തിന് വേണ്ടി ജീവൻ പോലും വെച്ചു മനസ്സോടെ
പൗലോസ് പറയാ, കൽപ്പിക്കാൻ അധികാരമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ അപേക്ഷയ്ക്ക് എത്ര ചെയ്യും. അങ്ങനെ താണ മനോഭാവത്തോടെയാണ് ജനത്തിന് വേണ്ടി പൗലോസിനെ പോലുള്ള ആളുകൾ നിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, അരയിൽ തോർത്തും ചുറ്റി കയ്യിൽ ഒരു പാത്രം വെള്ളവുമായി കാൽ കഴുകാൻ നിൽക്കുന്ന മനോഭാവമാണ് ദൈവദാസന്മാർക്കുണ്ടാകേണ്ടത്. മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ പറയാൻ കാരണം, ഈ ദിവസങ്ങളിൽ കണ്ട പല വീഡിയോസും എനിക്ക് വളരെ മനസ്സിന്റെ വല്ലാതെ എന്നെ അസ്വസ്ഥതപ്പെടുത്തി. അവർക്കെല്ലാം ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ളതും എനിക്ക് വളരെ സങ്കടം മനസ്സിലുളവാക്കി. അതുകൊണ്ട് ദയവായി നിങ്ങൾ ബിവെയർ ഓഫ് ദാറ്റ്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. വചനത്തിൽ നിങ്ങൾ നിലനിൽക്കണം. ആരും എന്തു പറഞ്ഞാലും അതിന്റെ പുറകെടുത്ത് ചാടരുത്. അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും. ദയവായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. സ്വർഗത്തിലെ ദൈവത്തെ സേവിച്ചാൽ സ്വർഗത്തിലുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഈ ലോകത്തിന് ദൈവത്തെ സേവിച്ചാൽ ഈ ലോകത്തിലുള്ളത് കിട്ടും. ഇത് രണ്ടും ഒന്ന് ഉറച്ചാൽ തന്നെ രക്ഷപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകത്തിന്റെ പ്രഭുവിനെ സേവിച്ചാൽ ഈ ലോകത്തിലുള്ളത് തരും. സ്വർഗത്തിലെ ദൈവത്തെ സേവിച്ചാൽ സ്വർഗത്തിലുള്ളതേ കിട്ടൂ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മുഖമൊക്കെ വാടിയോ? നിങ്ങൾ എന്ത് രാത്രിയിലെങ്കിലും ലിവ്യാദാന്റെ തല തകരുമെന്ന് ഓർത്തിരിക്കുക. എനിക്കിതിപ്പം ലിവ്യാദാന്റെ തല തകർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ എത്രത്തോളം അതിന് അത്ര ഗൗരവം കൊടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ. പക്ഷെ നിങ്ങളെക്കുറിച്ച് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. വെറുതെ നിങ്ങള് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഈ സൂമിനകത്ത് വന്നിരിക്കുന്നു, ക്ലാസ് കേൾക്കാൻ 10-25 പേരുണ്ട്, കുഴപ്പമില്ല. ആ ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ടല്ല. ഞാൻ നിങ്ങൾക്ക് വചനത്തിന്റെ പൊരുൾ തിരിച്ചു തരുമ്പോൾ നിങ്ങളുടെ നിത്യത സംബന്ധിച്ച്, നിങ്ങളുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സംബന്ധിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാതെ നിങ്ങൾ ഓടുന്നത് കൃത്യം ട്രാക്കിലാണെന്ന് ഉറപ്പുവരുത്താൻ വചനത്തിന്റെ പൊരുൾ തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വമുണ്ട്. ഞാനല്ല ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി എങ്ങനെയും കുറച്ച് പോയിന്റുമായിട്ട് വന്നിരിക്കുന്ന ഉപദേശി അല്ല, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് കയറുകയോ സ്വാധീനിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യമാകുമ്പോൾ ഞാൻ ആരുടെ പേരൊന്നും എടുത്ത് പറയാതെ, പേടിയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ആരുടെയും ചെലവിലല്ലല്ലോ ഞാൻ കഴിയുന്നത്. ഇവിടെയുള്ള ഒരു ലീഡേഴ്സുമായിട്ട് എനിക്ക് ഒരു എഗ്രിമെന്റും ഇല്ല. എനിക്ക് എഗ്രിമെന്റ് ഉള്ളത് എന്നെ വിളിച്ച എന്റെ ഉടയവനുമായിട്ട് മാത്രമേ ഉള്ളൂ. അന്ത്യം വരെ നടത്താവെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു ലീഡേഴ്സും അല്ല. സർവശക്തനായ ദൈവമാണ് ഞാൻ. പിന്നെ അതുകൊണ്ട് ഈ വചനത്തെ തിരിച്ചു മറിച്ചു കൊണ്ടുപോകുന്നവർ ആരൊക്കെയാണെന്നുള്ളത് പേരെടുത്ത് പറയാൻ പേടി ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകണ്ട. ഏതായാലും എന്നാൽ ആവോളം ഞാനിത് ചെയ്യുന്നുള്ളത് കൊണ്ട് നിങ്ങളെക്കുറിച്ച് ആ കാര്യത്തിൽ എനിക്ക് സീരിയസ്നെസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഓർപ്പിച്ചത്. ഞാൻ എപ്പോഴും ഓർക്കും, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസിന്റെ ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് ഉണ്ട്. ആ സെൻഡ് ഓഫ് മീറ്റിംഗിൽ പൗലോസ് പറഞ്ഞൊരു വാചകം എന്നെ വല്ലാതെ ത്രില്ലടിപ്പിച്ചു. ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ വാക്യം. ഇപ്പൊ പറഞ്ഞു ഞാൻ വീണ്ടും പറഞ്ഞു, നാളെ ഞാൻ ആ വാക്ക് പിന്നെയും പറയും. അതെനിക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, അത് നിങ്ങളുടെ അകത്ത് നന്നായിട്ട് പതിച്ചിരിക്കണം. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യും. പൗലോസ് പറയാം, ഞാൻ പോയി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് പറയാമോ? കൊടിയ ചെന്നായ്ക്കളിനകത്ത് കിടക്കും. ആടുകളെ അറിയാത്ത, ഇടയനെ അറിയാത്ത കൊടിയ ചെന്നായ്ക്കൾ ഇതിനകത്ത് കിടക്കും. സൂക്ഷിച്ചു കൊള്ളണം. തീർച്ചയായിട്ടും അത് കേട്ട ജനം സൂക്ഷിക്കാൻ തയ്യാറാകും. എന്റെ പ്രശ്നം അതല്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ആടുകളെ അറിയാത്ത കൊടിയ ചെന്നായ്ക്കളിനകത്ത് കിടക്കും എന്ന് പറയുമ്പോൾ പൗലൂസിന് ഒരു ധൈര്യമുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ, അതിനർത്ഥം ഞാൻ പോകുന്നിടം വരെ ഒരു ചെന്നായി ഇതിനകത്ത് കയറാതെ ഞാൻ നോക്കുമെന്നുള്ള ഗ്യാരണ്ടിയാ. എന്റെ ചിന്ത അവിടാണ് നിൽക്കുന്നത്. നമ്മളിനി പ്രാർത്ഥിക്കുമ്പോൾ ചെന്ന പല വിധത്തിൽ വരുന്ന ചെന്നായ്ക്കൾ ഏതെല്ലാം തരത്തിൽ വരും. നമ്മളെല്ലാം ചെന്നായെ നോക്കിക്കൊണ്ടിരിക്കുക. ചെന്നായെ നോക്കിക്കൊണ്ടിരിക്കാനല്ല അതിനർത്ഥം.
ഞാൻ പോയി കഴിഞ്ഞാൽ ചെന്നായി വരും എന്ന് പറഞ്ഞിട്ട് അർത്ഥം ഞാനിവിടെ ഉള്ളത്രയും കാലം ഒരൊറ്റ ചെന്നായി ഇതിനകത്ത് കയറിയല്ല. ആ തന്റെ അടവ് എനിക്കുണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ ക്ലിയർ ആയോ? സ്തോത്രം. അപ്പോഴവിടെ വേണം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ. അല്ല ചെന്നായി ഏത് രൂപത്തിൽ വരും, 3-4 ചെന്നായുടെ പടവും വരച്ചുകൊണ്ട് ഈ രൂപത്തിൽ ചെന്നായി വരുമ്പോൾ നോക്കിയിരിക്കാനായിട്ടല്ല ഞാൻ പറഞ്ഞു. പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം അതാ. ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ വരുമായിരിക്കും. ഞാൻ ഉള്ളത്രയും കാലം ഒരു ചെന്നായി ഇതിനകത്ത് കയറിയാലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോഴേ ഞാൻ നിങ്ങൾക്ക് അതൊരു റെസ്പോൺസിബിലിറ്റി ആക്കി തരിക. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? നിങ്ങൾ ഉള്ളത്രയും കാലം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ സഭാ ജീവിതത്തിൽ, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ആത്മീയ തലത്തിൽ ഒരു ചെന്നായൻ കയറുകയില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? ഇല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിൽ നിന്നിട്ട് തന്നെ കാര്യം. വചനവിരുദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ അതങ്ങനെയല്ല ഇങ്ങനെയാകുന്നു എന്ന് പറയാനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടാകണം. അല്ലാതെ യോഗം കഴിഞ്ഞേച്ച് ചായയും കുടിച്ചേച്ച് വണ്ടി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം അമ്മണിയെ അതങ്ങനെ ആയിരുന്നോ? എടി എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ മിണ്ടിയിരുന്നു. നമ്മൾ വല്ലതും പറഞ്ഞു സഭയ്ക്കകത്തൊരു വഴക്കുണ്ടാകണ്ടല്ലോ. നല്ല തീരുമാനമാ, വഴക്കുണ്ടാക്കാൻ നിങ്ങൾ പോയല്ലോ. പക്ഷെ അത് കഴിഞ്ഞാണെങ്കിലും അതല്ല ശരി, ഇന്നതാണ് ശരി എന്ന് പറയാനുള്ള ആത്മിക തന്റെ ഇടം, ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നിങ്ങൾ ഒരുപക്ഷെ തിരിഞ്ഞു മറിഞ്ഞില്ല ആരും ഇതെന്താ ഷാജി പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന്. ഇല്ലേ? ഇപ്പൊ തന്നെ തോന്നണം. തോന്നാൻ വേണ്ടി തന്നെയാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയിലും നിങ്ങളുടെ കുടുംബത്തിനകത്തിനും വചനത്തിന്റെ വിരുദ്ധമായ ഒരു കാര്യം വരുമ്പോൾ അത് റോങ് ആണ്, ശരിയല്ല, ഇതാണ് വചനം പറയുന്നത് എന്ന് പറഞ്ഞ് തിരുത്താനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ. ഓക്കെ, അത്രയും മതി. അയ്യോ, അരമണിക്കൂറോളം ഇത് പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പം നമ്മുടെ തിമിംഗലം വഴി നിൽക്കുകയല്ലേ, വഴിയിലല്ല കടലിൽ കിടക്കുക. നമുക്ക് ഏതായാലും ആ സംഘത്തിൽ ഒന്ന് വായിച്ചേച്ച് അതിന്റെ ബാക്കി ചിന്തിക്കാം. ഏത് സംഘത്തിനാന്ന് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? 74-ാം സങ്കീർത്തനം. ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു, ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു, ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തു, മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. മതി. അവിടെ ഏറ്റവും കുഴഞ്ഞുപോയൊരു ഭാഗം എന്നറിയാമോ? മരുവാസികള ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു എന്ന് പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ് മുഴുവൻ കുഴഞ്ഞു പോയത്. ആ വാക്യം അങ്ങനെയല്ല. മരുവാസിൽ ആ ജനത്തിന് ആഹാരം കൊടുത്തു എന്നേ ഉള്ളൂ, അതിനെ ആഹാരമായി കൊടുത്തെന്നല്ല. ക്ലിയർ ആയോ? ഞാന് പലപ്പോഴും നമ്മുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ മലയാള പരിഭാഷ നിർവഹിച്ചത് ഞാനിപ്പോ ഒരു 50 തവണയെങ്കിലും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ വീണ്ടും ആവർത്തിക്കുക. ഈ പരിഭാഷ നിർവഹിച്ച വ്യക്തികൾ രക്ഷിക്കപ്പെട്ടവരോ ആത്മനിറവ് പ്രാപിച്ചവരോ അന്യഭാഷ പറയുന്നവരോ ഇതുമായിട്ട് ബന്ധമുള്ള ആളുകളോ, ഒന്നുകൂടെ പറഞ്ഞാൽ സുറിയാനി ക്രിസ്ത്യാനിയോ അല്ല, പെന്തക്കോസുകാർ ഒട്ടുമല്ല. അതില് പെന്തക്കോസുകാരെ കൊണ്ട് ചെയ്യിക്കാതിരാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് മുഴുവൻ കുളവാക്കി വെച്ചേ. അതങ്ങനെ ചെയ്യാതെ സായിപ്പ് ഏതായാലും നല്ല വിവരമുള്ള ആളായിരുന്നത് കൊണ്ട് ഈ ഭാഷയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന വൈദ്യനാഥരായി എന്ന് പറഞ്ഞ ഒരു പട്ടരായ മനുഷ്യൻ, ചാത്തും മേനോനും മോസസ് ഇസറവ് എന്ന് പറയുന്ന കൊച്ചിയിലെ മട്ടാഞ്ചേരിക്കാരനായ ഒരു യഹൂദനും, ഇവരെ 3 പേരുമാണ് വേദോസിന്റെ പരിഭാഷയ്ക്ക് ഏൽപ്പിച്ചത്. അത് ചാത്തുമേനനും വൈദ്യനാഥ അയ്യരും അതിരാവിലെ എഴുന്നേറ്റ് തിരുനക്കര അമ്പലത്തിന് തൊട്ടടുത്തുള്ള കുളത്തിൽ പോയി കുളിച്ച് നിലവിളക്ക് കത്തി വെച്ച് സരസ്വതി ദേവിയെ
തൊഴുതു വണങ്ങി. യേശുദേവന്റെ വചനം പൊരുളുതിരിക്കാനും പരിഭാഷപ്പെടുത്തുവാനും വാക്കുകൾ തടസ്സം കൂടാതെ ലഭിക്കാനുമൊക്കെ അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ദേവരൻ ദേവിയൊക്കെ തൊഴുതു വെച്ചതിന് ശേഷമാണ് ഈ പുസ്തകത്തിന്റെ പരിഭാഷ നിർവഹിച്ചത്. അറിയാമോ? അങ്ങനെ അത് തുടങ്ങിയത്. രണ്ടുപേരും, ചാത്തുമേനനും വൈദ്യനാഥ് അയ്യരും പിന്നെ മോസസ് സരഫതിയും ഒക്കെ ഇങ്ങനെ പരിപാടി, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറച്ച് ആൾക്കാരുടെ ഉണ്ടായിരുന്നു. ഇവരാണ് 3 പേരുമാണ് പ്രധാനികൾ. അവരിങ്ങനെ വന്ന് സുവിശേഷങ്ങൾ പരിഭാഷപ്പെടുത്തിയപ്പോഴേ എല്ലാവരും ഏറെക്കുറെ ഒരു പരുവായി. അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതി. ലേഖനങ്ങളിലേക്ക് വന്നപ്പോൾ ചാത്തുമേനോന്റെ പിടിവിട്ടു. കൊലോസ് ലേഖനം പരിഭാഷപ്പെടുത്തിയപ്പോൾ വൈദ്യനാഥ് അയ്യറെ പിടിവിട്ടു. അദ്ദേഹം സ്നാനപ്പെട്ടു. കൊലോസ് ലേഖനം പരിഭാഷപ്പെടുത്തുമ്പോഴാണ് വൈദ്യനാഥ് അയ്യർ അമ്പലക്കുളത്തിൽ ഇറങ്ങി സായിപ്പിനെ കൊണ്ട് സ്നാനപ്പെടുത്തുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണത ദേഹരൂപമായി വസിക്കുന്നത്. ഫിലിപ്പിനേത്തെ തൊട്ടപ്പോൾ ചാത്തുമേനോന്റെ പിടിവിട്ടു. കണ്ടോ? ആ ചാത്തുമന്റെ വർഗത്തിൽപ്പെട്ട, ആ കുലത്തിൽപ്പെട്ട ആളുകളാണ് പിന്നീട് ഈ പിള്ളമാരായി മാറിയത്. വർക്കിപ്പിള്ള, ചാണ്ടപ്പിള്ള എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആളുകളെല്ലാം, നിരവധി ആളുണ്ട്. അവരെല്ലാം ദൈവകൃപയാൽ ഈ വിശ്വാസത്തിലേക്ക് വന്ന് കർത്താവിന് വേണ്ടി ഉത്തമ സാക്ഷികളായി നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവരിത് പരിഭാഷപ്പെടുത്തുന്ന സമയത്ത് ഒടുവിലത്തിലേക്ക് വന്നപ്പോൾ മാത്രമാണ് ജീവനുള്ള ദൈവത്തെ കാണാനുള്ള ഭാഗ്യം ദൈവം അവർക്ക് കൊടുത്തു. ന്യായപ്രമാണത്തെ അത്ഭുതത്തെ കാണാനുള്ള കണ്ണ് ദൈവം തുറന്നു. അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് ഒടുവിൽ വന്നപ്പോൾ ഒറിജിനലായിട്ട് തമ്പുരാൻ കണ്ണ് തുറന്ന് അതിലെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ദൈവം അവർക്ക് കൃപ കൊടുത്തു. ഞാൻ പറഞ്ഞത്, ഇതിലെ ബഹുഭൂരിപക്ഷം പുസ്തകങ്ങളും പരിഭാഷപ്പെടുത്തുമ്പോഴും അവർ മുൻപ് സേവിച്ചു വന്ന ദേവീ ദേവന്മാരുടെ പിന്നാലെ പോവുകയും ഭജിച്ചും ഭുജിച്ചും ഒക്കെയാണ് അവർ ഈ പരിഭാഷ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും, അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ പല സ്വാധീനം ഇതിനകത്ത് വന്നിട്ടുണ്ട്. യഥാമാത തഥാപുത്രി, വേദവസനകത്ത് ഇവിടെ യഥാമാത തഥാപുത്രിയൊക്കെ ഇരിക്കുന്നത് കണ്ടോ? സംസ്കൃത പണ്ഡിതനായിരുന്ന വൈദ്യനാഥ് അയ്യർ പ്രവാചന പുസ്തകങ്ങളൊക്കെ പരിഭാഷപ്പെടുത്തപ്പോ വന്നു കയറിയത് കണ്ടോ? പട്ടണ മേനവന്മാർ, ആ പദങ്ങൾ, ഈശാന മൂലൻ, കണ്ടോ? ഈശാനൻ ആരാന്ന് അറിഞ്ഞാലല്ലേ, പിന്നെ നമ്മളങ്ങ് തകർത്ത് വിടുകയല്ലേ. ഈശാന മൂലൻ അടിച്ചുയർന്നു, ഈശാനൻ ആരാന്ന് അറിഞ്ഞാലേ ഇത് ഒക്കത്തുള്ളൂ. പോട്ടെ, ഞാൻ പാടിയത് കൊണ്ട് നിങ്ങൾ നരകത്തിൽ പോകുന്നില്ല, പക്ഷെ അറിയാതല്ലേ. അതൊക്കെ എന്താന്ന് പിന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ വ്യക്തികൾ പരിഭാഷ നിർവഹിച്ചതിന്റെ പല ഈ ലിങ്കിനകത്തും പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു വലിയ ഭവിഷ്യത്താണ് ഇവിടെ നമ്മൾ കണ്ടത്. മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. അവര് വിചാരിച്ച് ഈ തിമിംഗലത്തിന്റെ തല തകർത്ത് അത് അവർക്ക് ആഹാരം കൊടുത്തുന്ന. പക്ഷേ ആ മേളിലുള്ള വാക്യങ്ങളും തന്റെ ജനത്തിന് ആഹാരം കൊടുത്ത ചരിത്രവും പറയുന്നതിന് ഇടയിലുള്ള ആ വ്യത്യാസം അവർക്ക് മനസ്സിലായില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, ആസാഫ് എന്ന ഈ സംഗീതജ്ഞൻ, കഴിഞ്ഞ ക്ലാസ് ഞാൻ ആ ഭാഗം പറഞ്ഞാണ് നിർത്തിയത്. എനിക്ക് ആസാഫിന്റെ കാര്യം പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് പിന്നെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് ഞാനങ്ങ് പോയി. കാരണം 400 പേര് ഒരുപോലെ നിന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേ, ഇത് മാത്രമേ അവര് പറയുന്നുള്ളൂ. നിങ്ങൾ അങ്ങനത്തെ കൊയർ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ആസാഫാണ് അതിന്റെ ലീഡർ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവത്തെക്കുറിച്ച് ചൊല്ലുവാനുമായി 400 പേരെ നിർത്തിയിരിക്കുന്നു. എന്തോ പറഞ്ഞത്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. ഈ നിങ്ങൾ സേവിക്കുന്ന ദൈവം നല്ലവനാണ്.
എന്റെ കർത്താവ് എനിക്ക് നല്ലവനാണെന്ന് ചുമ്മാതെ വീട്ടിലിരിക്കുമ്പോൾ ഒരു 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അതിന്റെ ഒരു എനർജി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത്. അതുപോലെ കർത്താവേ എപ്പം നടക്കുവോ ആർക്കറിയാം, 2 ദിവസം കൂടെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ സേവിക്കുന്ന കർത്താവിന് ഒന്നിനെ കുറിച്ച് ഒരറിവും ഇല്ലല്ലോ. ഞാൻ വിഷയം വിട്ടു പോവുകയല്ല, നിങ്ങളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരികയാണേ. എന്നാലും നമുക്ക് ഈ തിമിംഗലത്തിന് തലയും തകർക്കാൻ പറ്റുള്ളൂ. അതിനാ സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ആസാഫ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്ന നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളെന്ന് ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന 400 പേരുടെ കൊയറിന്റെ ഹെഡാണ്, ലീഡറാണ്. ഒന്നേ പറയുന്നുള്ളൂ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. എന്തിന്? അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇതാണ് അവരുടെ പാട്ടിന്റെ പ്രധാന ടോപ്പിക്ക്. അല്ലാതെ എന്റെ പെരക്കകത്ത് കയറരുത്, മുറ്റത്തൊന്ന് കൈ കാണിച്ചു പോയാൽ മതി എന്നൊന്നും അല്ല അവര് പാടുന്നത്. അതൊക്കെ നമ്മുടെ പാട്ടാണ്. നമ്മൾ പറഞ്ഞങ്ങൾ എന്റെ പെരക്കകത്ത് കയറാൻ ഞാൻ സമ്മതിക്കുകയില്ല, നീ അവിടെ എന്തെങ്കിലും ചെയ്തിച്ചു പൊക്കോന്നൊക്കെ. പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആസാഫ് ദൈവത്തെ മഹത്വപ്പെടുത്തി പാട്ടുപാടി വരുമ്പോൾ ഒരു കാര്യം, ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം തന്റെ പുരാതനത്വത്തിൽ ചെയ്ത കാര്യങ്ങൾ താൻ പറയുക. ഞാനൊരു കാര്യം തീർത്തു പറയാം, ഒരു സങ്കീർത്തന ഭാഷത്തിനകത്തും ഞാൻ ഈ പറഞ്ഞതുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. സ്തോത്രം. ഞായറാഴ്ച ദിവസം സങ്കീർത്തന ഭാഷ എടുത്ത് തകർത്താൽ ഞാൻ ഈ പറഞ്ഞ ഭാഗം പിടികിട്ടുകയില്ല. നമ്മൾ അതിനാണ് ഞാൻ നിങ്ങളെ അതിന്റെ റൂട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതിന്റെ അർത്ഥം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയാമെന്ന ആ അർത്ഥത്തിലല്ല. നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകരുത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഈ പറഞ്ഞ കാര്യം ഗ്രഹിക്കണം എന്നുള്ള അർത്ഥത്തില. പുരാതനത്വത്തിൽ ദൈവം ചെയ്തൊരു പ്രവൃത്തിയെ കുറിച്ച് ആസാഫ് പറയുക. എന്താണ് പറയുന്നത്? ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു, എന്നെ ഭരിക്കുന്ന, എന്നിൽ കർത്തൃത്വം നടത്തുന്ന എന്റെ ദൈവം പുരാതനം, ഇന്നലെ ഉണ്ടായ ദൈവം അല്ലെന്ന്. നമ്മുടെ നാട്ടിൽ ദൈവങ്ങൾക്ക് 70 വയസ്സൊക്കെ തികയുമ്പോൾ പ്രത്യേക സമ്മേളനമൊക്കെ നടക്കാറുണ്ടല്ലേ, ആഘോഷമൊക്കെ. പല ദൈവങ്ങളുടെ 30 വയസ്സ് തികഞ്ഞതിന്റെ, 72 വയസ്സ് തികഞ്ഞതിന്റെ ഒക്കെ. പിന്നെ വേറെ ഗുണമുണ്ട് കേട്ടോ, നമ്മുടെ ദേവദാസന്മാരുടെ ഇടയിലും ഈ 70 വയസ്സ് തികഞ്ഞവരുടെ ആഘോഷമൊക്കെ കൊണ്ടാടട്ടെ. ഞാൻ പറഞ്ഞാൽ നിർത്താൻ പോകുന്നില്ലെന്നറിയാം, എന്നാലും ഓക്കെ. സപ്തതിയും ഷഷ്ടിപൂർത്തിയും ഒക്കെ ഓക്കെ വിട്ടേരി, ഞാൻ അതിന്റെ പറ്റി അളമുണ്ടാക്കണ്ട. നീ ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കും. ദൈവത്തെ കുറിച്ച് പറയുകയാണേ. ഞാൻ ഓർപ്പിച്ചല്ലോ, ആസാഫ് ഇവിടെ പറയുന്നത്, ഞാനിപ്പോ നിങ്ങൾ എത്ര ഗ്രഹിക്കാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാം ഉൾക്കൊണ്ട ഞാൻ ഈ പറഞ്ഞത് പ്രീ ആഡമിക് വേൾഡിൽ നടന്ന ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ ആദാമിന് മുമ്പുണ്ടായിരുന്ന ലോകത്തിൽ നടന്ന ഒരു സംഭവം ആസാഫ് വിവരിക്കുക. എന്താണ് അവിടെ പറഞ്ഞത്? ആ വാക്യത്തിന്റെ അർത്ഥം ഞാനതെല്ലാം കൃത്യമായി പറഞ്ഞ് നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ലേ. അങ്ങോട്ട് പോയാൽ എനിക്ക് ഇന്ന് ഈ തല തകർത്ത് കാടപ്പക്ഷിയെ കൊണ്ടുവരാൻ പറ്റാതെ വരും. ഇനി കുറച്ച് മിനിറ്റ് അല്ലേ ഉള്ളൂ. അവിടെ നമുക്ക് ഇന്ന് കാടപ്പക്ഷിയെ ഒന്നെണ്ണത്തേനും പിടിച്ച് തിന്നാനുള്ള ഒരു ഭാഗ്യം ദൈവം തരട്ടെ. അവിടെ ഞാൻ മുന്നോട്ട് പോവുക. ബാക്കി ഞാൻ പറയത്തുള്ളേ. സംശയമുള്ളവരെ കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ ഒന്ന് കേട്ടിട്ട് ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യാം. എന്താണ് പറഞ്ഞത്? ഇസ്രായേൽ മക്കളെ അവർക്ക് ആഹാരം കൊടുത്ത കാര്യം പറയുമ്പോൾ അതിന് മുൻപ് നടന്ന ആ വാക്യത്തിനകത്തെ സംഭവവികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതല്ല. നമ്മൾ ഈ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വേദോസായിട്ട് ബന്ധമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്.
ഒന്നാമത്തെ കാര്യം, ഇതൊരു കവിതയാണെന്നുള്ള സുബോധം നമുക്കുണ്ടാകണം. സങ്കീർത്തനം ചരിത്രമേ അല്ല. സങ്കീർത്തനം ചരിത്രമായിട്ട് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇത് എവിടാണ് എന്താന്നുള്ള കണക്ഷൻ കിട്ടാതെ പോകുന്നത്. ഒരു കവിത വായിച്ചാൽ എപ്പോഴും നമുക്ക് അർത്ഥം അതിൻ്റെതായ നില കിട്ടണമെന്നില്ല. പലതവണ വായിക്കുമ്പോഴാണ് അത് എന്തൊക്കെയാന്ന് പിടി കിട്ടുക. ശരിയല്ലേ? ഞാനേ തിമിംഗലം ഏതായാലും വെള്ളത്തിൽ നിന്ന് കയറിയില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒറ്റ ഭാഗം, സാധാരണ ഇത് സഭയിൽ ആരും വായിക്കാനും പറഞ്ഞതിന് സാധ്യത ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. നിങ്ങൾ ഉത്തമഗീതം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഒന്നെടുത്തു. നമ്മുടെ മുസ്ലിയാക്കി പോയോ? ഉത്തമഗീതം 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ഞാനൊന്ന് എടുത്തോട്ടെ. ഫാന്റെ കാറ്റ് കൊണ്ട് ഇതങ്ങോട്ട് വരുന്നില്ല. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് പാസ്റ്റർ ബൈബിൾ അങ്ങനെയാണോ ചിന്തിക്കരുത്. ഈ ഫാൻ സൈഡിലാണ്, അതുകൊണ്ടാണ്. സോറി, 4-ാം അധ്യായം 5-ാം അധ്യായം എടുത്തോ. 2ഉം 3ഉം വാക്യങ്ങൾ വായിക്കാമോ? ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. എന്റെ സഹോദരി, എന്റെ പ്രിയേ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കേ, തുറക്കുക. എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? Praise the Lord. ഈ തിമിംഗലത്തിന്റെ കാര്യം പറഞ്ഞ ഒന്നിടയ്ക്ക് പാസ്റ്റർ പോയ പോക്ക് കണ്ടോ അല്ലേ? അതല്ലേ നിങ്ങൾ ചിന്തിച്ചേ? പോയെന്ന് മാത്രമല്ല, പരസ്യമായിട്ട് വായിക്കാൻ പറ്റാത്തൊരു വാക്യം കൂടെ പുള്ളി വായിച്ചേക്കുന്നു അല്ലേ? അതെങ്ങനെയാണ്? രാത്രി മുഴുവനും ഞാൻ വാതിൽക്കൽ നിന്നദീന, എൻ ശിരസാകെ നനഞ്ഞിടുന്നു മഞ്ഞിനാലേ. എന്നെ സുഖമുള്ള ഭാഗമാണെന്നറിയാം അത്. ഞാൻ നിങ്ങളെ ഈ കണക്ഷൻസിന്റെ പ്രത്യേകത പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ വാക്കൊന്ന് വായിക്കാമേ. എന്റെ ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. എന്റെ സഹോദരി, എന്റെ പ്രിയെ, എന്റെ പ്രാവെ, എന്റെ നിഷ്കളങ്കയെ തുറക്കുക. എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. അടുത്ത വാക്ക്, എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അത് മലിനമാക്കുന്നത് എങ്ങനെ? ഇനി എല്ലാവരും എന്നെ നോക്കണേ. ഈ ഭാഗം വായിക്കുമ്പം എവിടെയൊക്കെയോ കാര്യം ദൈവവചനമാണെങ്കിലും അതിനകത്ത് അല്പം സിറ്റുവേഷൻ മോശമായിട്ടൊക്കെ കാണുന്നല്ലോ എന്നൊരു തോന്നൽ വരും. കാര്യം ഞാൻ പറയാം. ഞാൻ ഉറങ്ങുന്നതിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, എന്റെ വാതിൽക്ക് മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. എന്റെ സഹോദരി, എന്റെ പ്രിയെ, എന്റെ പ്രാവ്, എന്റെ നിഷ്കളങ്കയെ തുറക്കുക. എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. അത് ഇടയച്ചെറുക്കം പറയുന്ന വാക്ക്. അടുത്തത്, എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നത് വീണ്ടും ധരിക്കുന്ന എങ്ങനെ? അത് ഇടയ പെൺകുട്ടി പറയുന്ന വാക്ക്. ഇടയച്ചെറുക്കന്റെ വാക്കല്ല ഞാൻ അങ്കി ഊരിയിരിക്കുക എന്ന് പറഞ്ഞത്. വീഡിയോ ഉള്ളവരുടെ മുഖം മാറുന്നുണ്ടെന്ന് അറിയാൻ ഞാൻ നിർത്തിയേ. ഞാൻ ഓർപ്പിച്ചില്ലേ, ഉത്തമഗീതവും കവിതയാണ് എന്ന് പറഞ്ഞാൽ ഇവള് പറയാം, ഞാൻ കാല് കഴുകിയിരിക്കുന്നു, അത് മലിനമാക്കുന്നത് എങ്ങനെ?
ഞാൻ എന്റെ അങ്കി ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ, ഈ ഇടയ പെൺകുട്ടി പറയുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പകൽ സമയത്തൊക്കെ പബ്ലിക്കിന്റെ മുമ്പിൽ വരുന്നത്, നമ്മൾ പിന്നെ ഇട്ട നൈറ്റിയും കൊണ്ട് ഇനി വരികയല്ലേ ഉള്ളൂ, അല്ലേ? അടുക്കള വരുന്നവരും രണ്ട് കൈയും നൈറ്റ് രണ്ട് സൈഡിൽ ഒത്തുകൊണ്ട് കട്ടാട് ദാസനെ വന്നിട്ടെന്ന് പറഞ്ഞ് വരികയില്ലേ? അത്രേ ഉള്ളൂ. ഇവരങ്ങനെ വരികയില്ല. മനസ്സിലാകുന്നുണ്ടോ? വീട്ടിൽ ഒരാൾ വന്നാൽ സ്വീകരിക്കാൻ വരുന്ന അങ്ങനെ അല്ല. വൈകിട്ട് പടിവാതിലുണ്ട്. ഇതൊക്കെ ഗേറ്റ് ആണല്ലോ. പണ്ടത്തെ പടിവാതിൽ ഓർക്കുന്നുണ്ടോ? ഡോർ തന്നെ അത്. അതാ പറഞ്ഞേ. അത് അടച്ചു കഴിഞ്ഞാൽ ആ പടിവാതിൽ മുതൽ വീട് വരെ അല്പം അകലമുണ്ട്. മഞ്ഞുകാലമാണ്. നമ്മൾ ഇവിടുത്തെ മഞ്ഞ് പോലല്ല. ഇപ്പം കാനഡയിലൊക്കെ താമസിക്കുന്ന പ്രിയപ്പെടുന്നതുണ്ട്. അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം മഞ്ഞെന്ന് പറഞ്ഞ എന്തോ മഞ്ഞെന്നറിയോ. അപ്പോൾ അതുപോലത്തെ മഞ്ഞുകാലത്ത് സന്ധ്യയ്ക്ക് മുറ്റത്തിറങ്ങിച്ച് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ കാലെല്ലാം അഴുക്കാകും. അപ്പൊ കാലെല്ലാം കഴുകി അകത്ത് കയറിയാൽ സാധാരണ ആളുകൾ റിസീവ് ചെയ്യാൻ ധരിക്കുന്ന ആ വസ്ത്രമൊക്കെ മാറി വീട്ടിനകത്ത് വേറെ വസ്ത്രമാണ് ധരിക്കുന്നത്. എല്ലാം പിടി കിട്ടുന്നുണ്ടോ? അതാ പെങ്കൊച്ചു പറഞ്ഞേ, ഞാൻ എൻ്റെ അങ്കി ഊരിയിരിക്കുന്നു, ഞാൻ എൻ്റെ കാലുമെല്ലാം കഴിച്ച് കയറി വന്നേക്കുക, ഞാൻ പിന്നെ ഇതെല്ലാം ഇട്ടോണ്ട് എൻ്റെ കാലെ ചള്ളാൻ പറ്റിച്ചോണ്ട് വരണ്ടെന്നാ ചോദിച്ചത്. നമ്മൾ ഈ വാക്യം വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നാലും അത് ശലോമോനാണെങ്കിൽ എഴുതിയപ്പോ കുറച്ച് മര്യാദയ്ക്ക് എഴുതണ്ടേന്ന്. ഒന്നാമത്തെ കാര്യം മേളത്തെ വാക്ക് ഇടയച്ചെറുക്കം പറഞ്ഞതാണെന്നും അടുത്തത് ഈ പെങ്കൊച്ചു പറഞ്ഞതാണെന്ന് നമുക്കറിയത്തില്ല. എന്റെ പ്രിയ ജനങ്ങളുടെ മധ്യ കിടക്കുന്ന മൂറിൻ കെട്ട് പോലെയാകുന്നു. സാഹിത്യമാണേലും മര്യാദയ്ക്ക് എഴുതണ്ടെന്നാണ് നമ്മൾ ഈ പറയുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം വല്ലതും പിടി കിട്ടിയോ? ഇസ്രായേലിലെ കന്യകമാരായ പെൺകുട്ടികളും സ്ത്രീകളും ചെയ്യുന്ന ഒരു കാര്യം ഈ പറഞ്ഞേ. നമ്മളൊക്കെ ഈ മാലയുടെ അറ്റത്തിൽ ലോക്കറ്റ് ഇടുന്നത് പോലെ മീറ, അതൊരു കറയാ, എടുക്കുന്ന ഒരു കറയല്ലേ, അതൊരു ചെറിയ കിഴി പോലെ കെട്ടി അവരത് കഴുത്തിൽ കെട്ടി തൂക്കും. അത് മാറിനിടയിൽ നല്ല ഫിറ്റായിട്ടിരിക്കും. അത് നമ്മളിങ്ങനെ മാലയൊക്കെ ഇട്ടേച്ച് ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കുമ്പോൾ നടക്കുന്നതല്ല. നമുക്ക് പിന്നെ അങ്ങനെയാണല്ലോ, ഒരു മോതിരം കിട്ടി കഴിഞ്ഞാൽ പിന്നെ എപ്പം വർത്തനം പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുള്ളൂ, അല്ലേ? ഇത് കാണാൻ വേണ്ടി. നിങ്ങൾക്കറിയോ പണ്ടൊരാൾ കാണിച്ചത്? ഒരു മനുഷ്യൻ ചെയ്തറിയാമോ? പുള്ളിക്ക് സ്വർണ്ണപ്പല്ലായിരുന്നേ. ഈ ഫ്രണ്ടിൽ തന്നെ സ്വർണ്ണപ്പല്ല്. ഇപ്പൊ ഈ ആൾക്കാരെ പല്ല് കാണണമല്ലോ. അപ്പൊ പുള്ളി എല്ലാവരും ചോദിക്കും ചുക്കുണ്ടോ? ചുക്ക്. അപ്പൊ ചൂന്ന് നോക്കുമ്പോ ഇവിടെ ഈ രണ്ട് പല്ല് മാത്രമല്ലേ തെളിയുള്ളൂ. ചുക്കുണ്ടോ? ചുക്കുണ്ടോ കിട്ടിയാ കൊള്ളായിരുന്നു. പലരോടും ചോദിക്കും. ഈ സ്വർണ്ണപ്പല്ല് മാത്രം പൊറ്റി അവിടെ ചോദിച്ചു. അപ്പൊ വേറെ ഒരാളോട് ചോദിച്ചു ചുക്കുണ്ടോന്ന്. പുള്ളിക്കാരന് മുഴുവൻ സ്വർണ്ണപ്പല്ലായിരുന്നു. പുള്ളി പറഞ്ഞു ഇഞ്ചി തരാമെന്ന് പറഞ്ഞു. ഇഞ്ചി മുഴുവൻ സ്വർണ്ണപ്പല്ലല്ലേ, ചുക്കില്ലേ, ഇഞ്ചി തരാവുന്ന ഇഞ്ചി. നമ്മളിങ്ങനെയാണ് ഒരെണ്ണം കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൊണ്ട് നടക്കുന്നത്. ശരിയാണോ? എന്നാൽ ഇതങ്ങനെ അല്ല. സ്തോത്രം. ഇതെന്താണെന്നറിയാമോ? ഈ മീറയുടെ ചെറിയൊരു കിഴിക്കെട്ട് പോലെ ഇരിക്കുന്നത്, അത് ഒരു ദിവസം 2 ദിവസം ഒക്കെ അല്ല, ദിവസങ്ങളോളം അവരത് യൂസ് ചെയ്യും. ഈ നെഞ്ചിനകത്തുള്ള എത്ര പഴകിയ രോഗങ്ങളും കഫക്കെട്ടും ഒക്കെ വലിച്ചെടുക്കുന്ന സാധനമായത്. അല്ലാതെ മാല ലോക്കറ്റ് പോലെ ആട്ടിക്കൊണ്ട് നടക്കുന്നതല്ല. സ്തോത്രം. മനസ്സിലായോ? ഈ മീറ അല്ലെ മൂറിന്റെ ആ കെട്ട് ഇങ്ങനെ ബ്രസ്റ്റിൽ അല്ലെങ്കിൽ നെഞ്ചിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതിന്റെ ഉദ്ദേശം സ്റ്റൈലിനല്ല, ആൾക്കാരെ കാണിക്കാനുമല്ല. അകത്തുള്ള, പുറമേ കുഴപ്പമൊന്നുമില്ല, അകത്തുള്ള എത്ര വലിയ കേടും എത്ര പഴകിയ രോഗങ്ങളും എത്ര പഴകിയ അസുഖങ്ങളും കഫക്കെട്ട് ഉൾപ്പെടെ എല്ലാം വലിച്ച് അകം ക്ലീൻ ചെയ്യാൻ ഈ മൂറിൻകെട്ട് മതിയായതാ. അതാ പറഞ്ഞ എന്റെ പ്രിയൻ എന്റെ സ്ഥലങ്ങളുടെ മധ്യയുള്ള മൂറിൻകെട്ട് പോലെയാകുന്നു. ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഇടയച്ചെറുക്കനെ കൊണ്ട് ഞാൻ വെറുതെ സ്നേഹിക്കുകയല്ല. ആ ഇടയച്ചെറുക്കന് വേണ്ടി ഞാൻ വെറുതെ എന്റെ ജീവൻ കൊടുക്കുകയല്ല. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ സേവിക്കുന്ന
ഞാൻ ജീവൻ വെച്ചിരിക്കുന്ന എന്റെ പ്രാണപ്രിയന് എന്റെ ഉള്ളിലുള്ള എത്ര പഴകിയ രോഗത്തെയും എത്ര പഴകിയ പ്രശ്നങ്ങളെയും അകത്തുള്ള ഏത് കേടും ഏത് രോഗങ്ങളെയും വലിച്ചെടുത്ത് എന്റെ ആരോഗ്യം മടക്കിത്തരാൻ കഴിയുന്ന ഒരുത്തനെയാണ് ഞാൻ ഈ സേവിക്കുന്നതെന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. സ്തോത്രം. Praise the Lord. അത് കാവ്യാത്മകമായി എഴുതിയിരിക്കുന്ന കണ്ടപ്പോ നമ്മൾ വേറെ എന്തൊക്കെ തെറ്റിദ്ധരിച്ചു പോയി. നോ, ഇത്രത്തോളം ആസ്വാദ്യജനകമായിട്ടുള്ള ഒരു പുസ്തകം. Praise the Lord. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു ചെറിയ അർത്ഥവ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു പദപ്രയോഗത്തിന്റെ ശൈലിയിൽ ഒരു വ്യത്യാസം വരുമ്പോൾ അർത്ഥങ്ങൾ വളരെ വിദൂരതയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഭാഗങ്ങളൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. എനിക്ക് എൻ്റെ ഉള്ളിൽ ത്രില്ലടിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അതിൽ ഏറ്റവും എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം അറിയാമോ? നിങ്ങൾ ഈ പുസ്തകം വായിക്കും, ഉത്തമഗീതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുക. എവിടെ വെച്ച്? അവരുടെ തൊട്ടടുത്തുള്ള മേച്ചിൽപ്പുറത്തുള്ള ചുവട്ടിൽ വെച്ചാണ് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ആ കുഞ്ഞു വളർന്നു വന്നപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നിനക്ക് ഞാൻ ജന്മം തന്ന ആ നാരകത്തിന്റെ ചൂട്ടിൽ വെച്ച. വളർന്നു വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി എന്റെ ജന്മസ്ഥലം ഈ നാരകത്തിന്റെ ചൂടാണ്. തിരിച്ചറിവായ നാള് മുതൽ അവൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമോ അപ്പോഴെല്ലാം ഓടിച്ചെന്ന് ഈ നാരകത്തിന്റെ ചോട്ടിലിരിക്കും. അവിടെ ഇരുന്ന് അവള് പാട്ടുപാടുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതാണ് പ്രിയർ ഈ നാരകം? കാൽവറി ക്രൂശ്. ഒരുവന്റെ ആത്മിക ജനനം നടക്കുന്നത് ക്രൂശിന്റെ ചുവട്ടില്ല. സ്തോത്രം. മുള്ളും കയ്പും എല്ലാം ഒരുമിച്ച്, പുളിപ്പും എല്ലാം ഒരുമിച്ചുള്ളത് ഈ നാരകം, അത് ക്രൂശിലാണ് മുള്ളും കയ്പും പുളിപ്പും ഒരുമിച്ച് സമ്മേളിച്ചത്. അതിന്റെ ചുവട്ടിലാണ് ഒരുവന്റെ ആത്മീക ജനനം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ എപ്പോൾ സമയം കിട്ടിയാലും അവനൊരു സെക്കൻഡ് പോലും നഷ്ടമാക്കി കളയാതെ ഒന്നേ ഉള്ളത് ക്രൂശിന്റെ ചുവടാ. ഞാൻ നിങ്ങളോടും പറഞ്ഞു, എത്ര തിരക്കുണ്ടെങ്കിലും അല്പസമയം കിട്ടുമ്പോഴെല്ലാം ആ ക്രൂശിന്റെ ചുവട്ടിൽ ചെന്നിരുന്ന് അവിടെ ഇരുന്ന് വേണം സന്തോഷിക്കാൻ. എന്നിട്ട് വേണം പാടാൻ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, നാറ്റമല്ലയോ ഭവിച്ചത് എൻ ജീവിതം, മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ എന്ന് അവിടെ ഇരുന്ന് വേണം പാടാൻ. പി.ജി. തോമസ് സാർ ചോദിക്കും പോലെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ? ദയവായി പ്ലീസ്. ആ ക്രൂശിന്റെ ചുവട്ട് എത്ര ആനന്ദം വേറെ വല്ലതും ഉണ്ടോ? അതാ മുൾക്കിരീടമല്ലയോ എന്നാഥൻ ലക്ഷണം, താൻ യോദ്ധാവാഗ്രഹിക്കുമോ ഈ ലോകാഡംബരം, നല്ല പൊരുതു ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ, വാടാക്കിരീടം പ്രാപിപ്പാൻ തൻ നിത്യരാജ്യത്തിൽ. Praise the Lord. കണ്ടോ, എനിക്ക് ക്രൂശെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വല്ലാണ്ട. ഇന്നും തിമിംഗലം വെള്ളത്തിൽ കിടക്കുള്ളൂ, അവിടെ കിടക്കട്ടെ. സ്തോത്രം. പിന്നെ ക്രൂശെ കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ലതും ഉണ്ടോ പ്രിയരെ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അല്പസമയം കിട്ടുമ്പോൾ ഓടിച്ചെല്ലാൻ പറ്റുന്ന ഇടമുണ്ടെങ്കിൽ അത് ക്രൂശിന്റെ ചുവട്. ഓടിച്ചെല്ലണോന്നേ. ജനിച്ചു വീണത് അവിടല്ലേ? ഒരു പൊതുജനം നടന്ന സ്ഥലം അതല്ലേ? വിട്ടുകളയരുത്. എപ്പോഴും ധ്യാനിക്കാൻ പറ്റുന്ന, സന്തോഷിക്കാൻ പറ്റുന്ന, എന്റെ ജീവിതത്തിന്റെ തലങ്ങൾ മാറ്റിമറിച്ച ഇടം ഇതാണെന്ന് തിരിച്ചറിഞ്ഞ് ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ഉള്ള സന്തോഷം
ഒപ്പം ഒരു ഉൾത്തകർച്ചയും. അയ്യോ, എത്ര അഗാധതയിലാണ് ഞാൻ കിടന്നത്. കണ്ടോ? നിത്യനരകത്തിന്റെ അങ്ങേ തട്ടിൽ നിന്നും നമ്മെ പൊക്കിയെടുക്കാൻ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ അവന്റെ ദൈവം എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് ആ ക്രൂശിന്റെ ചുവട്ടിൽ വേണം സന്തോഷിക്കാൻ. അവിടെ ഇരുന്ന് പാടുന്ന പാട്ടാണ് അങ്ങേ മലഞ്ചെരുവിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ഇടയച്ചെറുക്കൻ കേട്ടത്. അല്ലാത്ത പാട്ടൊന്നും ഇടയച്ചെറുക്കൻ കേൾക്കിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുവോ? ആ, നമുക്ക് പിന്നെ ഇടയച്ചെറുക്കൻ കേൾക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള വിഷയമല്ലേ. നമ്മളൊരു പാട്ട് തല്ലിക്കൂട്ടി കീബോർഡും വെച്ച് നമ്മൾ അങ്ങ് തകർക്കല്ലേ. ഇടയച്ചെറുക്കൻ കേൾക്കുന്നുണ്ടോ, ഇടയച്ചെറുക്കൻ ഇത് ആസ്വാദ്യമാണോ നമുക്ക് വിഷയമല്ല. പക്ഷെ ഇവള് പാടുന്ന പാട്ട് അങ്ങേ ചെരുവിലിരുന്ന് മലഞ്ചെരുവിൽ ആടിനെ മേയിച്ചൊന്ന് ഇടയച്ചെറുക്കൻ കേട്ടു. അതുകൊണ്ടാ അന്വേഷിച്ചു വന്നേ. സ്തോത്രം. അതുകൊണ്ടേ ഇടയച്ചെറുക്കൻ കേൾക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പാടണം. അത് നിങ്ങൾ ഇസ്രായേലിൽ ഇനിയിപ്പം ഷാജിപ്പാസ് പറഞ്ഞ ക്രൂശൻ ചൂട്ടിരുന്നത് പാടണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇസ്രായേലിൽ പോയാലും ഒക്കുള്ളല്ലോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. നിങ്ങളുടെ വീണ്ടും ജനം നടന്ന ആ സന്ദർഭ അനുഭവം മറ്റാരും പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. യെസ്, മറക്കരുത്. അവിടെ നിന്നുള്ള സന്തോഷത്തിലാണ്, അവിടെ നിന്നുള്ള ആനന്ദത്തിലാണ് മതി മറക്കേണ്ടത്. ആ പെൺകുട്ടി അങ്ങനെ ആയിരുന്നു. സ്തോത്രം. അവിടെ വെച്ചാണ് അവർ തമ്മിലുള്ള എഗ്രിമെന്റ് നടക്കുന്നത്. അതിനെല്ലാം ക്രൂശാ കാരണം, നാരകമാ കാരണം. നമ്മുടെ സന്തോഷം, നമ്മുടെ വിവാഹത്തിന്റെ എഗ്രിമെന്റ്, അതിനെല്ലാം കാര്യങ്ങൾ നടക്കുന്ന ഈ ക്രൂശിന്റെ ചുവട്ടില്ല. വല്ല തിരിച്ചറിവുണ്ടോ? ചുമ്മാതാണോ പൗലോസ് പറഞ്ഞു എനിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാരുടെ വരരുത്. സ്തോത്രം. പോട്ടെ, ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. സമയവും തീർന്നു. നിങ്ങളുടെ ലിങ്ക് വിട്ടുപോകാതിരിക്കാൻ അത് മാത്രം ഒന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ വ്യാഴാഴ്ച നിശ്ചയമായിട്ട് ഞാൻ തിമിംഗലത്തിന്റെ തല തകർത്തോളാം. ഇന്നിപ്പം ഒന്നും നടന്നില്ല എന്ന് എനിക്കും അറിയാം. പോട്ടെ, ഏതായാലും നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമെന്നുള്ള പ്രതീക്ഷയോടെ തിമിംഗലത്തെ ഞാൻ വെറുതെ വിട്ടു. ഈ വാക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് ബോധ്യമാക്കി തരുന്നു. അങ്ങ്, അറ്റഹ് എന്ന് പറഞ്ഞാൽ അങ്ങ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അങ്ങ് വിഭജിച്ചു കളഞ്ഞ ആ വാക്യമാണ് ഞാൻ പറയുന്നത്. ഏത്? 12-ാം വാക്യം, 12-13 വാക്യം. ഞാൻ അതിന്റെ ഒറിജിനൽ തലത്തിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. സമയമില്ലെന്ന് എനിക്കറിയാം. ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സുമായിട്ട് ഒന്ന് കളിച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ. അങ്ങ് ഒരു കാര്യം ചെയ്തു. എന്ത്? അങ്ങ് വിഭജിച്ചു കളഞ്ഞു. എന്ത്? അങ്ങയുടെ ശക്തി കൊണ്ട് അങ്ങ് വിഭജിച്ചു. എന്തിനെ? സമുദ്രത്തെ. കണ്ടോ? സമയമില്ലല്ലോ, ഞാനിവിടെ നിർത്തുകയാണേ. പ്രീ ആഡമിക് വേൾഡിൽ ദൈവം രക്ഷ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് ആർക്കാണ് രക്ഷ വേണ്ടി വന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾ മറന്നുപോയത്? ഈ പിശാച് നിഗളിച്ച് ദൈവത്തോട് മത്സരിച്ചു. അവസാനം അവിടുന്ന് അവനെ തള്ളി താഴെ ഇട്ടതും ഭൂമിയാകപ്പാടെ വല്ലാണ്ടായതും അതിൽ വീണു പോകാത്ത ദൂതന്മാർക്ക് സേഫ്റ്റി കൊടുക്കുക, രക്ഷ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ദൈവത്തിനുണ്ടായിരുന്നു. രക്ഷ എവിടെല്ലാം യേശുവോത്ത് എന്ന വാക്ക് ഞാൻ പറഞ്ഞു, രക്ഷ പ്രവർത്തിക്കുന്നു. എവിടെയെല്ലാം രക്ഷ ആവശ്യമായി വരുന്നു അവിടെയെല്ലാം യേശുവോത്ത് രക്ഷ പ്രവർത്തിക്കുന്നു. ആര്? നമ്മുടെ ദൈവമായ കർത്താവ്. അത് ഞാൻ നിങ്ങളോടും പറയുന്നു. എവിടെ നമുക്ക് വേണ്ടി രക്ഷണ പ്രവർത്തി ദൈവം ചെയ്യണമോ ഇന്നും നമ്മുടെ ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുക. നിന്നെ എവിടുന്നൊക്കെ രക്ഷിക്കണമോ, ഏതെല്ലാം കുരുക്കെന്ന് രക്ഷിക്കണമോ അത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പുരാതനായി എന്റെ രാജാവായ എന്റെ ദൈവം ഇന്നും നിന്നെ രക്ഷിക്കാൻ വല്ലഭത്വമുള്ളവനാണ്. എവിടുന്നൊക്കെ, ഏതൊക്കെ കുരുക്കിൽ നിന്ന്, ഏതൊക്കെ തകരാറിൽ നിന്ന്, ഏതൊക്കെ സാഹചര്യത്തിൽ നിന്ന്, ഏതെല്ലാം തന്ത്രങ്ങൾ നിന്നെ വിടുവിക്കണമോ, എവിടുന്നൊക്കെ ദൈവം നിന്നെ രക്ഷിക്കണമോ അതൊക്കെ ചെയ്യാൻ പുരാതനായ
പുരാതനത്വമുള്ള എന്റെ രാജാവായിരിക്കുന്ന എന്റെ ദൈവം ഇന്നും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തു പ്രവർത്തിക്കുന്നു? യേശുവാത് രക്ഷ പ്രവർത്തിക്കുന്നു. ഒരു കരകയറ്റമില്ല എന്നും ഒരു ഉയർച്ചയില്ല എന്നും ഒരു രക്ഷപ്പെടലില്ല എന്നും എനിക്കൊരു വ്യത്യാസം ഉണ്ടാവുകയില്ല എന്നും എന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരില്ല, ഞാൻ ഇങ്ങനെ അവസാനിക്കുകയുള്ളൂ എന്നും എന്റെ കുടുംബം ഇങ്ങനെ പോവുകയുള്ളൂ എന്നും ഒക്കെ ചിന്തിച്ച് ജീവിതത്തെ വല്ലാതെ വ്യക്തികളോട് ഞാൻ ദൈവാത്മ നിറവിൽ പറയട്ടെ, നമ്മുടെ ദൈവം പുരാതന ദൈവം മാത്രമല്ല, യേശുവാത് രക്ഷ പ്രവർത്തിക്കുന്നവൻ. എവിടൊക്കെ രക്ഷയുടെ പ്രവൃത്തി ആവശ്യമായി വരുന്നോ, നിന്നെ ഏതെല്ലാം കുരുക്കിൽ നിന്നാണോ രക്ഷിക്കേണ്ടത്, അതെല്ലാം ചെയ്യാൻ വല്ലഭത്വമുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. ആസാഫ് അതാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രീ ആഡമിക് വേൾഡിൽ അന്നുണ്ടായ അവിടെ ഉണ്ടായിരുന്ന വീണു പോകാതെ ദൈവത്തെ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതന്മാരെ, വീണുപോയ ദൂതന്മാരെ ട്രാപ്പിൽ നിന്ന് രക്ഷിക്കാൻ ശ്രദ്ധിച്ച ആ പുരാതനത്വമുള്ളവൻ ഇന്നും അതേ രക്ഷണ്യ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിന്നെ വീഴിക്കാൻ ശ്രമിക്കുന്ന, നിന്നെ എന്നേക്കുമായി ഒതുക്കാൻ ശ്രമിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും ഒരു ഉദ്ധാരണത്തിന് വേണ്ടി കൊതിക്കുന്ന ദൈവത്തിന് വേണ്ടി ഇന്നും രക്ഷ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് എനിക്ക് നിനക്കും ഉള്ളതെന്ന് സന്തോഷത്തോടെ ആസാഫ് പാടുക. സ്തോത്രം. കണ്ടോ, അവരെ രക്ഷ ചെയ്തതുപോലെ തന്നെയാണ് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ രക്ഷിച്ചത്. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ വിതയ്ക്കാൻ സ്ഥലമില്ല, കൊയ്യാൻ സ്ഥലമില്ല, വിതയ്ക്കാനുള്ള എക്യുപ്മെന്റ്സ് ഇല്ല, കൊയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഇല്ല. ഉണ്ടോ? ഇല്ല. നിത്യത്തിന് ആവശ്യമായ ഫെസിലിറ്റീസ് ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ 40 വർഷം അവർക്ക് വേണ്ടി രക്ഷണ്യ പ്രവൃത്തി ചെയ്ത കാര്യം പറയുക. പ്രീ ആഡമിക് വേൾഡിലുള്ള ദൂതന്മാർക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ ഒരു ഉദാഹരണം എന്ന വണ്ണം ഇസ്രായേലിന് വേണ്ടി ദൈവം ഈ പ്രവൃത്തി ചെയ്തെന്ന് ആസാഫ് പാടുക. കണ്ടോ, അന്ന് പ്രവർത്തിച്ച അതേ ദൈവം ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി മരുഭൂമിയിലും പ്രവർത്തിച്ചു. ആ ചരിത്രമാണ് ഈ 12, 13, 14 വാക്യത്തിൽ ആസാഫ് സന്തോഷത്തോടെ പാടുന്നു. ഇസ്രായേൽ ജനത്തിന് ആഹാരം കൊടുത്തു. അതിനെ ആഹാരമായി കൊടുത്തെന്നല്ല, ഇസ്രായേൽ ജനത്തിന് ആഹാരം കൊടുത്തു. അതൊരു ചെറിയ കാര്യമല്ല. സ്തോത്രം. ഒരു ദിവസമോ ഒരാഴ്ചയോ 2 ദിവസമോ 2 മാസമോ 2 ആഴ്ചയോ ഒന്നും അല്ലല്ലോ, 40 വർഷം അവരെ പോറ്റി പുലർത്തി. കനാൻ ദേശത്ത് വന്ന് നിലത്തിലെ കൃഷി ചെയ്ത ആ കൃഷിഫലം അനുഭവിച്ചപ്പോഴാണ് മന്ന നിന്നത്. ഞാൻ എപ്പോഴും പറയും, എന്ന് ഇവിടുത്തെ പെറുക്കാൻ തുടങ്ങുന്നോ അന്ന് മേളിൽ നിന്നുള്ളത് നിൽക്കും, യാതൊരു സംശയവും ഇല്ല. ഇസ്രായേൽ മക്കൾ എന്ന് ഇവിടുത്തെ കൊയ്യാൻ തുടങ്ങിയോ മേളിൽ നിന്നുള്ളത് നിന്നു. നമുക്കിപ്പം മേളിൽ നിന്നുള്ളത് വേണ്ട, നമുക്ക് അത്യാവശ്യം ഇവിടുത്തെ നിന്ന് കൊയ്യാനുള്ളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പം മേളിൽ നിന്നുള്ളത് കിട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. സമയം മുന്നോട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദയവായി നാം തിരിച്ചറിയണം, അന്ന് അവർക്ക് വേണ്ടി രക്ഷണ്യ പ്രവൃത്തി ചെയ്ത ദൈവം, ആസാഫ് പറയാ, ഇസ്രായേൽ ജനത്തിന് ആഹാരം കൊടുത്തവരെ രക്ഷിച്ച ദൈവം ഇന്നും തന്നെ പിൻപറ്റുന്ന ഒരു ദൈവവൈതലിനു വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുതായിട്ടില്ല. ഒരു ദൈവത്തെ നിലവിളിക്കുമ്പോൾ കേൾക്കാതിരിക്കത്തക്കവണ്ണം അവന്റെ കാത് മന്ദവുമായിട്ടില്ല. മറന്നു പോകരുത് എന്ന് പറഞ്ഞ് ഇന്നും നമ്മെ ഉറപ്പിക്കുന്ന ദൈവവചനമാണ് 24-ാം സങ്കീർത്തനം 12, 13, 14 വാക്യങ്ങളിൽ. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇനി ലിവ്യാദാൻ ആരാണെന്ന് അറിഞ്ഞാൽ പോരെ, ഞാൻ പറഞ്ഞുതരാം ലിവ്യാദാൻ ആരാണെന്നും തിമിംഗലം എങ്ങനെയൊക്കെ തലതാത്തുന്നതും കാടപ്പക്ഷി വന്നപ്പോൾ നമുക്ക് നോക്കാം. അതിനകത്തൊന്നും വഴക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങൾ ഉറപ്പിക്കേണ്ട ഭാഗം അതായതുകൊണ്ട് ഞാൻ അവിടേക്ക് ഇങ്ങ് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒപ്പം ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യങ്ങൾ, ഈ വിഷയം എല്ലാം വിട്ട് ഞാൻ കുറെ കാര്യം ആദ്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? സോ ബിവെയർ ഓഫ് ദം. ഒരു കാരണവശാലും വചനത്തിന്റെ തോതിന് പുറത്തു നിന്ന് വരുന്ന യാതൊരു ഡോക്ടറിനും നിങ്ങളെ സ്വാധീനിക്കരുത്. അത് നിങ്ങൾ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഉൾപ്പെടുന്ന സാഹചര്യത്തിലും ഇത് വന്ന് കയറാതിരിക്കാൻ പൗലോസ് ഡിഫെൻഡ് ചെയ്തതുപോലെ
പ്രിവെൻഷനും വേണം, ഡിഫെൻഷനും വേണം, അത്യാവശ്യമാണ്. അത് രണ്ടും നമുക്കുണ്ടാകണം. അപ്പോഴാണ് നട്ടലോടുകൂടിയുള്ള ക്രിസ്ത്യൻ നയിപ്പാൻ നമുക്ക് കഴിയുകയുള്ളൂ. ജയകരമായ ക്രിസ്ത്യൻ നയിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.